സുവർണാവസരം കാത്തിരിക്കുന്നവർക്കൊന്നും കിട്ടാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. വിശ്വാസവും സാമൂഹിക പരിഷ്കരണവും ഒരുപോലെ കൊണ്ടുപോകണം എന്നുള്ളതാണ് സർക്കാരിൻ്റെ നിലപാട്. അത് അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്തും അതേ നിലപാട് തന്നെയാണ് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അന്നത്തെ ഓരോ നിലപാടുകൾ നോക്കിയാൽ അന്നത്തെ ഹിന്ദു ആചാരങ്ങൾ പിന്തുടരാത്തവരെ, ദൈവവിശ്വാസമില്ലാത്തവരൊന്നും ശബരിമലയിൽ പ്രവേശിക്കരുത്, വിശ്വാസികളുടെ പ്രായം പരിഗണിക്കാതെ ശബരിമലയിൽ കയറ്റണം. ഇതാണ് അച്യുതാനന്ദൻ അന്ന് പറഞ്ഞ വ്യക്തമായ കാര്യം. അതുതന്നെയാണ് പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷം എന്താ പറയുക, ആ സത്യവാങ്മൂലത്തെ തന്നെയാണ് പിന്തുടർന്നത് എന്നുള്ളതാണ്. അതിനേക്കാൾ അപ്പുറം വേറെ ഒന്നും അവിടെ സംഭവിച്ചിട്ടില്ല. വാദം വരുന്ന സമയത്ത് കേരള സർക്കാരിൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് എന്താണോ അച്യുതാനന്ദൻ സർക്കാർ പറഞ്ഞിരിക്കുന്ന നിലപാട്, അച്യുതാനന്ദൻ സർക്കാർ പറഞ്ഞിരിക്കുന്ന നിലപാടെന്ന് പറയുമ്പോൾ തിരുവിതാംകൂർ അന്ന് ഭരിക്കുന്നത് കോൺഗ്രസിൻ്റെ നേതാവാണെന്നും കൂടി ഓർക്കണം കേട്ടോ. ആ നിലപാട് തന്നെയാണ് പിന്നീട് കാരണം ആ നിലപാട് ഒരു സ്വതന്ത്ര സംവിധാനം എന്നുള്ള നിലയ്ക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സംവിധാനത്തെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് എന്നുള്ളതിനേക്കാൾ അപ്പുറം ഒന്നും ഉണ്ടായിട്ടില്ല. അതുമാത്രമല്ല, ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ തിരിച്ചടി കിട്ടി എന്ന് വിശ്വസിക്കുന്ന ഒരാളും അല്ല ഞാൻ. കാരണം അങ്ങനെ തിരിച്ചടി കിട്ടിയിരുന്നെങ്കിൽ 2019 ഈ പറയുന്ന രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും എന്ന് പറയുന്ന ട്രെൻഡിലേക്ക് കേരളം വന്നതുകൊണ്ട് മാത്രം അത്രയധികം ഈ കനലൊരു തരി എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് മാറി എന്നുള്ളതിനേക്കാൾ അപ്പുറം വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. അതിനുശേഷം 2025 ഇലക്ഷൻ വന്നു, 2021 ഇലക്ഷൻ വന്നു, 2019 കഴിഞ്ഞ് 2021 ആയിരുന്നല്ലോ ശരിക്കും നിയമസഭാ ഇലക്ഷൻ. നിയമസഭാ ഇലക്ഷനിൽ 99 സീറ്റിലേക്ക് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് സത്യം. അപ്പം നമ്മൾ പറയുന്നത് പോലെ ശബരിമല ഒരു വലിയ, കാരണം കേരളത്തിലെ ജനങ്ങളെ ആരും അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടതെന്നേ. കേരളത്തിലെ ജനങ്ങളെ കുറിച്ചിട്ട് എന്താണ് വിശ്വാസമെന്നും ഏത് രീതിയിലാണ് വിശ്വാസം കൈകാര്യം ചെയ്യേണ്ടതെന്നും ഏത് രീതിയിലാണ് വിശ്വാസത്തെ മുതലെടുക്കുന്നത് ആരാണെന്നും ഒക്കെ നല്ല ധാരണയുള്ള ജനങ്ങളാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. അവരെയൊക്കെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് ഒരു ശബരിമല ഈ ഗുജറാത്തിലും മധ്യപ്രദേശിലും ആന്ധ്രയിലൊക്കെ നടക്കുന്ന പോലെ ഒരു വിശ്വാസത്തെ കൊണ്ടുവന്നിട്ട് ഒരു മതവിശ്വാസം ഇളക്കി വിട്ടിട്ട് കേരളത്തിൽ ഭരണം പിടിക്കാമെന്ന് വിചാരിക്കുന്ന അത്രയും വലിയ മണ്ടന്മാരാണ് കേരളത്തിലെ ജനങ്ങളെന്ന് BJP വിചാരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായിന്ന്.